ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് ഓപ്പോയുടെ സൈഡിൽ നിന്നുള്ള ഒരു ബഡ്ജറ്റ് TWS ഇയർഫോൺസ് ആയിട്ടുള്ള ഓപ്പോ എൻകോ ബഡ്സിൻ്റെ അൺബോക്സിങ്ങും റിവ്യൂമാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിനെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്പോ എൻകോ ബഡ്സിൻ്റെ പാക്കേജ് വരുന്നത്. വളരെ നീറ്റായിട്ടുള്ള ഒരു വൈറ്റ് പാക്കിങ്ങിലാണ് ഇവിടെ ഓപ്പോ എൻകോ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിത് പെട്ടെന്ന് തന്നെ അൺബോക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ കിട്ടുന്നത് നമുക്ക് നമ്മുടെ TWS ഇയർഫോൺസിൻ്റെ കേസാണ്. നമുക്ക് എന്തായാലും തൽക്കാലം ഇത് ഇങ്ങോട്ട് എടുത്ത് മാറ്റി വെക്കാം. ഇനി എന്തൊക്കെയാണ് ഈ ബോക്സിൽ ഉള്ളത് എന്നതും കൂടെ നമുക്ക് നോക്കാം. എക്സ്ട്രാ സിലിക്കോൺ ടിപ്സ് കിട്ടുന്നുണ്ട്. പിന്നെ ഓപ്പോയുടെ സൈഡിൽ നിന്നുള്ള സേഫ്റ്റി ഗൈഡും ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ TWSലേക്ക് വരാം. അപ്പോൾ ഈ ഒരു ഹെഡ്ഫോണിൻ്റെ കേസ് കയ്യിലെടുക്കുമ്പോൾ തന്നെ നല്ല ഒരു പ്രീമിയം ഫീലാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. സാധാരണ ബഡ്ജറ്റ് സെഗ്മെന്റിലൊക്കെ വരുന്ന TWSന്റെ കേസ് എന്ന് പറയുന്നത് വളരെ ചീപ്പായിട്ടുള്ള ഒരു ബിൽഡാണ്. പക്ഷേ ഇത് വളരെ നല്ല ഒരു പ്രീമിയം ഫീൽ കിട്ടുന്ന ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ നല്ല ഒരു ഇൻഹാൻഡ് ഫീലാണ് നമുക്ക് ഈ ഒരു കേസിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ ഒരു 37 ഗ്രാം മാത്രമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. സോ നമുക്ക് പോക്കറ്റിലൊക്കെ ഇട്ടുകൊണ്ട് നടക്കുകയും ചെയ്യാം. ഇവിടെയായിട്ട് നമുക്കൊരു C ടൈപ്പ് ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയായിട്ട് നമുക്ക് ഒരു ബാറ്ററി ഇൻഡിക്കേറ്ററും വരുന്നുണ്ട്. ഇനി എന്താണെങ്കിലും നമുക്ക് നമ്മുടെ കേസ് അങ്ങോട്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ദാ ഇവിടെ നമ്മുടെ ഹെഡ്ഫോൺസ് 2 ഇരിപ്പുണ്ട്. നമുക്ക് എന്തായാലും പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെഡ്ഫോൺസ് വരുന്നത്. ഞാൻ ഫോട്ടോയിൽ കണ്ടതിനേക്കാളൊക്കെ വളരെ ചെറിയ ഹെഡ്ഫോൺസ് ആണ്. അതുപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ആണ്. ഓരോ ഹെഡ്ഫോൺസും 4 ഗ്രാം ആണ് വരുന്നത്. ഓക്കെ, അറ്റ് ലാസ്റ്റ് നമ്മളിനി ഇതിൻ്റെ പോസിറ്റീവ് സൈഡ്സും നെഗറ്റീവ് സൈഡ്സിനെ കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. നെഗറ്റീവ്സിനേക്കാൾ കൂടുതൽ പോസിറ്റീവ്സ് ആണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ഡിവൈസാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ പോസിറ്റീവ് സൈഡിൽ നിന്ന് തുടങ്ങാം. ഏറ്റവും ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റിനെ കുറിച്ചാണ്. നല്ല ഒരു ഓഡിയോ ക്വാളിറ്റിയാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. ഞാൻ അങ്ങനെ ഒത്തിരി അധികം TWSകളൊന്നും ഉപയോഗിച്ചിട്ടില്ല. എന്നാലും ഈ ഒരു റേഞ്ചിലുള്ള 2-3 TWSകൾ ഉപയോഗിച്ചൊരു എക്സ്പീരിയൻസിൽ നിന്ന് പറയുകയാണെങ്കിൽ ഇത് അതിനേക്കാളൊക്കെ ഫാർ ബെറ്റർ ആയിട്ടുള്ള ഒരു TWS ഇയർഫോൺസ് ആണ്. അതുപോലെ തന്നെ വളരെ എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് ഇതിൻ്റെ ഫാസ്റ്റ് കണക്ടിവിറ്റി എന്ന് പറയുന്നത്. ജസ്റ്റ് നമ്മൾ ഈ ലിഡ് ഒന്ന് ഓപ്പൺ ചെയ്താൽ അന്നേരം തന്നെ നമ്മുടെ ഫോണായിട്ട് പെയർ ചെയ്യും. ഓഡിയോ ക്വാളിറ്റിയുടെ കാര്യം എടുത്തു പറഞ്ഞതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ ലോ ലേറ്റൻസി എന്ന് പറയുന്നത്. ഞാൻ ഇതിനു മുന്നേ യൂസ് ചെയ്ത ഡിവൈസുകളെക്കാളും വളരെ ലോ ലേറ്റൻസി ഉള്ള ഒരു ഡിവൈസാണിത്. സോ നമ്മൾ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഗെയിമൊക്കെ കളിക്കുന്ന സമയത്താണെങ്കിലും ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഇതൊരു ബ്ലൂടൂത്ത് ഡിവൈസ് ആയതുകൊണ്ട് ഫോണുമായിട്ട് ഫിസിക്കലി ഒരു കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ലേറ്റൻസിയുടെ ഒരു ചെറിയ ഇഷ്യൂ വരും. പക്ഷേ ഇതിൽ അത്രത്തോളം ഒന്നും നമുക്ക് അറിയത്തക്ക രീതിയിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗെയിമിങ്ങിന് വേണ്ടിയിട്ടും വീഡിയോ എഡിറ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഒരു TWS നോക്കി നടക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും മേടിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ ഓപ്പോയുടെ എൻകോ ബഡ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ നെഗറ്റീവ് സൈഡ്സിലേക്ക് വരാം. ഏറ്റവും ആദ്യം തന്നെ എടുത്തു പറയേണ്ടതാണ് ഇതിന്റെ ഈ കളർ. വൈറ്റ് കളറാണ്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം സൂക്ഷിച്ച് ഉപയോഗിക്കുക എന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ. കാരണം നമുക്കിവിടെ വേറൊരു കളർ ഓപ്ഷൻ കിട്ടുന്നില്ല. ഈ വൈറ്റ് ഒറ്റ കളർ മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾ വളരെയധികം സൂക്ഷിച്ച് ഉപയോഗിച്ചില്ല പെട്ടെന്ന് തന്നെ ഈ കേസും TWSും എല്ലാം മുഷിയും. സോ അത് ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്തായിട്ട് പറയാനുള്ളത് ഇത് ഈ TWSനെ പറ്റിയാണ്. ഇത് വളരെ ടൈനി ആയിട്ടുള്ള ഒരു TWS ആണ്. എനിക്ക് ആദ്യം തന്നെ ഫീൽ ചെയ്തു. കാരണം ഇത് ഞാൻ ചെവിയിലേക്ക് വെച്ച സമയത്ത് ഇത് കറക്റ്റ് ഒരു ഫിറ്റ് അല്ലായിരുന്നു. പക്ഷെ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്ന എക്സ്ട്രാ സിലിക്കോൺ ടിപ്സ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഇയറിന് കറക്റ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് അതിൽ നിന്ന് ചൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ വന്ന് ചൂസ് ഒക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾ ഇത് നിങ്ങളുടെ ചെവിയിലേക്ക് വെക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് അവിടെ ഫിറ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നതായിരിക്കും. അവിടെ നിന്ന് ഒരു ഇഷ്യൂസും ഉണ്ടാകത്തില്ല. ഇനി ഇതിൽ എനിക്ക് വളരെയധികം അനോയിങ് ആയിട്ട് തോന്നിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പോസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് TWS ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റായിട്ട് വെക്കുന്ന സമയത്ത് തന്നെ ഇതിനകത്തുനിന്നൊരു എന്ന് പറയുന്ന ഒരു സൗണ്ട് വരും. അത് ഭയങ്കരധികം അനോയിങ് ആണ്. നമ്മൾ പോസ് ചെയ്താലും പ്ലേ ചെയ്താലും എല്ലാം തന്നെ ഈ ഒരു സൗണ്ട് വരുന്നുണ്ട്. സോ അത് ഭയങ്കര അനോയിങ് ആയിട്ട് തോന്നി. ഞാൻ ഇതുവരെ യൂസ് ചെയ്ത ഡിവൈസുകളിലൊന്നും അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു ഡിവൈസിനെ പറ്റി പറയാനായിട്ടുള്ള പോസിറ്റീവും നെഗറ്റീവ്സും ഒക്കെ. ഇനി അറ്റ് ലാസ്റ്റ് നമുക്ക് ഇതിൻ്റെ പ്രൈസിനെ പറ്റി ഒന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ചില സമയത്ത് കൂടിയും കുറഞ്ഞും ഒക്കെ നിൽക്കും. നമ്മുടെ ബിഗ് ബില്യൺ ഡേയ്സ് വന്ന സമയത്ത് ഇത് ഒരു 1300 rupees കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതൊരു 1500 rupees കിട്ടുന്നത്.
ഇടയ്ക്ക് ഞാനൊരു ദിവസം നോക്കിയ സമയത്ത് ഒരു 1800 വരെ പോയിരുന്നു. പക്ഷെ അതിന് മണ്ടയിലേക്ക് പോകത്തില്ല. ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന നല്ല ഒരു TWS ഇയർഫോൺസ് ആണ് നമ്മുടെ ഓപ്പോ എൻകോ ബഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നും കൂടെ തന്നെ വിളിക്കുക. അതുപോലെ തന്നെ ഈ TWSനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്ത് നമുക്ക് വേറെ അടിപൊളി ടെക്നോളജി വീഡിയോ കാണാം. ഗുഡ് ബൈ.